അപ്പോൾ തലക്കടിച്ച് കൊല്ലണം, തലക്കടിച്ചാൽ ചത്തുപോകും എന്ന് കണക്കാക്കി പിണറായിയെ കേന്ദ്രീകരിച്ച് ഉള്ള നുണപ്രചരണങ്ങൾ അതിശക്തമായ രീതിയിൽ വന്നു. ബഹുമാനായ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ നമ്മളെല്ലാം ബഹുമാനിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പൂർണ്ണമായും BJPക്ക് അനുകൂലമായ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഞാൻ 27 വർഷമായി ഈ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഈ ജില്ലാ കമ്മിറ്റിയിൽ ഞാനിരിക്കുന്ന കമ്മിറ്റിയിൽ അവരങ്ങനെ പറഞ്ഞിട്ടില്ല. KC വേണുഗോപാൽ ജയിച്ചെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ 35,000 വോട്ട് കുറവാണ്. ഷാനിമോളി പിടിച്ചതിനേക്കാൾ 35,000 വോട്ട് കുറവാണ്. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം സ്വാധീനിച്ചത് KCയുടെ വ്യക്തിപ്രഭാവം എന്ന് പറഞ്ഞായിരുന്നു. അത് എഴുതുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പൈസയുടെ ബലം കൊണ്ടാണ് എഴുതുന്നത്. പച്ചയ്ക്ക് വർഗീയത, അതായത് ഞാൻ മുസ്ലിം വർഗീയവാദിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഉപയോഗിച്ചു. വാസ്തവത്തിൽ ഞാനെന്താ പറഞ്ഞത്? നമസ്കാരം. ലീഡേഴ്സ് ടോക്കിൽ ഇതിനോടൊപ്പം ഉള്ളത് ആലപ്പുഴ മുൻ MP-യും അതോടൊപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി AM ആരിഫാണ്. സ്വാഗതം സാറേ. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്? എങ്ങനെയൊക്കെയായിരുന്നു? ഒരു വീഴ്ച നമുക്കിടയിൽ പറ്റിപ്പോയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ജയം മാത്രമല്ലല്ലോ. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടതുപക്ഷത്തിന് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രസക്തി കുറഞ്ഞു വരാൻ കാരണം ബംഗാളിലും ത്രിപുരയിൽ നിന്നും ഉള്ള വരവ് കൂടി നിലച്ചപ്പോൾ, മെമ്പർമാരുണ്ടായിരുന്നപ്പോൾ ഇടതുപക്ഷം ഒരു നിർണായക ശക്തിയായി. ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണങ്ങളിലടക്കം ഇടപെടാനുള്ള ശക്തിയായി ഇടതുപക്ഷം വളർന്നിരുന്നു. എന്നാൽ പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയുണ്ടായി. എല്ലാ വലതുപക്ഷ ശക്തികളും ഒന്നിച്ചു ചേർന്ന് ഇടതുപക്ഷത്തെ അതിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ബംഗാളിലും ത്രിപുരയിലും തകർത്തു. കേരളവും ലക്ഷ്യമാക്കി അവർ പ്രവർത്തിച്ചു. എന്നാൽ കേരളം ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുകയായിരുന്നു. എങ്കിലും ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഇടതുപക്ഷത്തിന് കേരളത്തിൽ വളരെ കുറച്ച് സീറ്റേ കിട്ടാറുള്ളൂ. അതൊരു കാലങ്ങളായിട്ട് അങ്ങനെയാണ്. ആകെ കൂടെ ഒരു തവണ മാത്രമാണ് ഇച്ചിരി കൂടുതൽ സീറ്റ് കിട്ടിയത്. 2004 അത് അന്നത്തെ സാഹചര്യത്തിൽ BJP ഗവൺമെൻറ്, വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മാറണം എന്ന അദമ്യമായ ആഗ്രഹം ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ രൂപപ്പെടുത്തപ്പോൾ അതിൽ ഇടതുപക്ഷത്തിന് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുകയും കേരളത്തിലെ UDF ആകെ വല്ലാതെ സംഘടനാ പ്രശ്നങ്ങൾ കൊണ്ട് സങ്കീർണമായി നിൽക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അന്നൊരു 18 സീറ്റ് കിട്ടിയത്. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം 1 സീറ്റ്, 2 സീറ്റ്, 3 സീറ്റ് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ കിട്ടിയത്. സുരേഷ് കുറുപ്പ് ജയിക്കുന്നു, ആഞ്ചലോസ് ജയിക്കുന്നു, ഉണ്ണികൃഷ്ണനും പിന്നെ തമ്പാൻ തോമസും ജയിക്കുന്നു. അങ്ങനെ 2-3 സീറ്റ്, 1 സീറ്റ്. 1977 1 സീറ്റ് പോലും കിട്ടിയില്ല. 20 സീറ്റ് കോൺഗ്രസ് മുന്നണിയാണ് ജയിച്ചത്. അപ്പോൾ കേരളത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയം വരുമ്പോൾ, അഖിലേന്ത്യാ രാഷ്ട്രീയം വരുമ്പോൾ മുമ്പും ഇതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് വളരെ കുറച്ച് സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ മോദി ഗവൺമെൻറ് വന്നതോടുകൂടി കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ഒരു നിർണായക ശക്തിയാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭയാശങ്കകൾ കൂടി. മോഡിയുടെ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ ഒരുപാട് ഭയാശങ്കകൾ വന്നു. ആ ഭയാശങ്കകൾ ഒരു ഭരണമാറ്റം അവർ ആഗ്രഹിച്ചു. ആ ഭരണമാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിനെ ശക്തിയുള്ളൂ അല്പമെങ്കിലും. ഇടതുപക്ഷത്തിന് ആ നിലയിലൊരു റോളില്ല എന്ന തോന്നൽ വോട്ടർമാരിൽ നല്ലൊരു വിഭാഗത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഇന്ത്യ മുന്നണിയിൽ തന്നെ ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി ഒരു പാസീവ് റോളാണ്. ഇന്ത്യ മുന്നണിക്കകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ പ്രതിനിധി ആരാണെന്ന് ചോദിച്ചാൽ ആരുമില്ല. അപ്പോൾ ഇത്തരം നിലപാടുകളൊക്കെ എടുക്കുമ്പോൾ അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അത് പാർട്ടി വിശദീകരിച്ചിട്ടുണ്ട്. അത് എൻ്റെ ശരിമ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ശരിമ ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നില്ല. നമ്മുടെ ശരി ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ആ ബോധ്യപ്പെടായ്മയും പിന്നെ ഇലക്ഷനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഇടതുപക്ഷന് അനുകൂലമല്ലാത്ത ഒരു പൊതുരാഷ്ട്രീയ സാഹചര്യമാണ് നിൽക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ നിലനിൽക്കുന്നത്, കേരളത്തിൽ നിൽക്കുന്നത്. അഖിലേന്ത്യാ തലത്തിലല്ല, കേരളത്തിലുള്ളത്. കേരളത്തിലെ 2ാം വട്ടം ഭരണം വന്നപ്പോഴോ സാമ്പത്തികമായ ഗവൺമെൻറ് വളരെ ക്ഷയിച്ചു. 1ാം വട്ടത്തെ ഗവൺമെൻറ്റിൽ കിഫ്ബി പോലുള്ള ബജറ്റേതര സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ചു വന്നിരുന്ന വലിയ ഇൻഫ്രാസ്ട്രക്ചർ പോലും, അതിൻ്റെ പ്രവർത്തനങ്ങൾ പോലും പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം അതിനെയടക്കം കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി. GST നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ വരുമാന നഷ്ടം നികത്തത്തക്ക നിലയിലുള്ള നിലപാടുകൾ തുടർന്നങ്ങോട്ട് 5 കൊല്ലം അവർ ഓഫർ ചെയ്തിരുന്നുള്ളൂ. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ സഡൻ ബ്രേക്ക് ചവിട്ടി. അതെ.
അപ്പോൾ പിന്നെ വരവില്ല. ഇതെല്ലാം വന്നതോടുകൂടി എല്ലാ ക്ഷേമ പദ്ധതികളും മുടങ്ങി. വികസന പ്രവർത്തനങ്ങളിൽ കുറേയധികം കാര്യങ്ങൾ സ്തംഭനാവസ്ഥയുണ്ടായി. ക്ഷേമ പദ്ധതികളിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ഉണ്ടായി. സംഘടിതമായ ഒരു മാധ്യമ വേട്ടയാണ് സർക്കാരിനെ കേന്ദ്രീകരിച്ച് നടന്നത്, വിശേഷിച്ചും മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇമേജിലാണ് രണ്ടാം വട്ട അധികാരത്തിൽ വന്നത്. അതെ, ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇമേജിൻ്റെ. അപ്പോൾ ആ ഇമേജ് തകർത്താലേ ഇനി ഞങ്ങൾക്ക് വരാൻ പറ്റൂ എന്ന് വലതുപക്ഷ ശക്തികളെല്ലാം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു ചെറിയ വീഴ്ചയും പൊടിപ്പും തൊങ്ങലും വെച്ച് പർവ്വതീകരിച്ച് വിശ്വാസയോഗ്യമായി ചിത്രീകരിച്ച് പാമ്പിനെ കൊല്ലണമെങ്കിൽ എൻ്റെ തലക്കടിച്ച് കൊല്ലണമെന്ന് നാട്ടിലൊരു പ്രമാണമുണ്ട്. വാലയിലടിച്ചാൽ അത് ചാകത്തില്ല. അപ്പോൾ തലക്കടിച്ച് കൊല്ലണം, തലക്കടിച്ചാൽ ചത്തുപോകും എന്ന് കണക്കാക്കി പിണറായിയെ കേന്ദ്രീകരിച്ച് ഉള്ള നുണപ്രചരണങ്ങൾ അതിശക്തമായ രീതിയിൽ വന്നു. ഇപ്പോൾ പിണറായി സഖാവ് ഒരാളോട് അദ്ദേഹം നമ്മുടെ നാട്ടിൽ രണ്ട് തരം, ഞാനടക്കമുള്ള മനുഷ്യ സമൂഹത്തിലെ രണ്ട് തരം നേച്ചറുണ്ട്. ചില പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റികളെ കുറിച്ചും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പുറമേ റഫായിരിക്കും, അകമേ സോഫ്റ്റാണ്. ചില ആൾക്കാരെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ അതെ അതെ. ചിലരുണ്ട് പുറമേ ഭയങ്കര സോഫ്റ്റാണ്, അകം പക്ഷേ ക്രൂക്കഡായിരിക്കും. ഈ ഇത്തരത്തിൽ രണ്ട് തരം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ഈ പുറമേ റഫും അകമേ സോഫ്റ്റും ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ തോട്ടത്തിൽ പിണറായി വിജയൻ. പക്ഷേ കൂടുതൽ റഫ്നെസ് ആണ് പുറത്തേക്ക് ആൾക്കാർ. പക്ഷേ റഫ്നെസ്, ഇപ്പം ആ റഫ്നെസ്സിനെ എതിരാളികൾ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. കഴിയാതെ പോകാൻ പാടില്ല. കാര്യം എതിരാളികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം എന്താണോ എന്ന് മനസ്സിലാക്കി നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ KPCCയുടെ പ്രസിഡൻറ്റ് LDF കൺവീനറെ കുറിച്ച് പറഞ്ഞ തെറി മാധ്യമങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ LDF കൺവീനർ ആ തെറിയെ എങ്ങനെയാണ് ന്യായീകരിച്ചത്? ഇതെന്ത് തെറി, ഞങ്ങൾ തമ്മിൽ പരസ്പരം വിളിക്കുന്ന തെറിയും എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു തെറിയേ അല്ല അതെ എന്ന് പറയുന്നു. മാധ്യമങ്ങൾ ചർച്ചയാക്കിയോ? ഇല്ല, ചർച്ചയാക്കിയില്ല. എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം തെറി അഭിഷേകമാണ് പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം ഒരു നേതാവ് വളരെ സരസമായി പറയുകയാണ്. ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വാക്കുകളാണ് ഇതെല്ലാം എന്ന മട്ടിൽ പറഞ്ഞിട്ട് ഒരു ചാനലും ചർച്ചയാക്കിയില്ല. ഇല്ല, ചർച്ചയാക്കിയോ? അപ്പോൾ അതാണ് എതിരാളികളുടെ ലൈൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും എത്രയോ കാര്യങ്ങളിൽ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ എയറിലേക്ക് വിട്ടിട്ട് പിന്നെ അതിൽ നിന്നൊരു കുറ്റബോധം പോലും ചില മാധ്യമങ്ങൾക്ക് തോന്നാതെ വീണ്ടും വീണ്ടും കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ചില മാധ്യമങ്ങളാവട്ടെ വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല, ഗവൺമെൻറ് വിരുദ്ധ വാർത്തയല്ലാതെ ഗവൺമെൻറ് അനുകൂലമായ ഒരു വാർത്തയും കൊടുക്കത്തില്ല എന്ന് വാശിപ്പുറത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ പ്രചാരവേലകളെല്ലാം കൂടി വരികയും മതസാമുദായിക നേതൃത്വമാകെ മൊത്തത്തിലെടുത്താൽ കേരളത്തിൽ ഓരോരുത്തർക്കും ഓരോ റീസൺ കൊണ്ട് ഇടതുപക്ഷ വിരുദ്ധത പ്രകടമായ ഒരു ഇലക്ഷനായിരുന്നു. അതെ. അതിൽ ഞങ്ങൾ എന്താ പറയുക, മുസ്ലിം സംഘടനകൾ പൊതുവെ മോദി ഭരണം മാറണം, അതിന് ഇന്ന് കോൺഗ്രസിനല്ലാതെ മറ്റൊരു മാറ്റം വേറെ ആർക്കും ഇപ്പോൾ സാധ്യമല്ല എന്നൊരു തോന്നൽ അവർക്കിടയിലുണ്ടായി. അവരാണ് ഭരണമാറ്റത്തെ ഏറ്റവും കൂടുതൽ, ക്രൈസ്തവ സംഘടനകളിലും ഭൂരിപക്ഷം പേരും അത് തന്നെയാണ് ആഗ്രഹിച്ചത്. അപൂർവം ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഒരു മാറ്റം വന്നത്. പൊതുവെ എടുത്താൽ അവരുടെയും മനസ്സ് മോദി ഭരണം മാറണം, അതിന് കോൺഗ്രസ് ശക്തിപ്പെടണം. ആ ഒരു ട്രെൻഡ് വന്നതോടുകൂടിയാണ് ഇവിടെ അവിടെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ നിർണായകമായ ന്യൂനപക്ഷങ്ങളിൽ പ്രബല സംഘടനകളായി ഇത് രണ്ടും വന്നു. പിന്നുള്ളത് നമ്മുടെ ഹൈന്ദവ സംഘടനകളിൽപ്പെട്ട സംഘടനകളാണ്. NSS ആണെങ്കിൽ അവർ UDF അനുകൂലമായ നിലപാടാണ്, പക്ഷേ അവർ സമദൂരം എന്ന നിലയിൽ പറഞ്ഞുകൊണ്ട് ഒരു നിലപാടാണ് എടുത്തത്. പക്ഷെ പൊതുവിൽ അവർ ഇടതുപക്ഷത്തോട് ആ ഒരു ആഭിമുഖ്യം പുലർത്തിയിരുന്നില്ല. എന്നാൽ അവർ പ്രത്യക്ഷത്തിലൊന്നും ആഹ്വാനം ചെയ്തില്ല.
പട്ടികജാതി സംഘടനകളിൽ പ്രബലമായ സംഘടന KPMS ആണ്. KPMS. KPMS ആണെങ്കിൽ ഇത്തവണ ഇടതുപക്ഷത്തോട് പൂർണ്ണമായും സഹകരിച്ചല്ല നിന്നത്. അവരുടേതായ ഒരു സ്വതന്ത്ര നിലപാടാണ്. ചിലയിടങ്ങളിലും അത് ബൈജു കലാശാലയെ പോലുള്ള ഭാരവാഹികൾ മത്സരിച്ചോടുകൂടി അതെ അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് ചിലപ്പം വരാം. അവരുടെ ഭാരവാഹിയാണല്ലോ, KPMSൻ്റെ ഭാരവാഹിയാണ് ബൈജു കലാശാല. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായും അതൊരു മെസ്സേജായിട്ട് വരാം. അതിലൊരു പൊളിറ്റിക്കൽ ട്രാക്ക് ഉണ്ട് അവിടെ. ആ ട്രാക്ക് വരും. പലയിടങ്ങളിലും പല നിലപാടാണ് അവർ സ്വീകരിച്ചെന്ന് പറയുന്നു. എന്തായാലും അവർ പ്രത്യക്ഷത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം അല്ലായിരുന്നു. സാധാരണഗതിയിൽ അവർ പിന്തുണ പ്രഖ്യാപിക്കും. അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നില്ല അവരുടെ ഭാഗത്തു. അതുപോലെ തന്നെ ഹൈന്ദവ സംഘടന വിശ്വകർമ്മജർ അവർക്ക് വേണ്ടി പ്രത്യേക ക്ഷേമനിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റാണ് മോദി സർക്കാർ എന്ന് പറഞ്ഞ് അവർക്ക് ഒരു വിശ്വകർമ്മ എന്ന് പറയുന്ന പേരിൽ തന്നെയാണ് ഒരു ക്ഷേമനിധി വന്നത്. അപ്പോൾ അവരുടെ ഇടയിലും കുറച്ച് മോദി സർക്കാർ അനുകൂല നിലപാട് വന്നിട്ടുണ്ട്. പിന്നെ ധീവര സമുദായം ഒരു പ്രത്യേക സ്വാധീനമുള്ള സമുദായമാണ്. അവർ അതിൻ്റെ തന്നെ തലപ്പത്തിരിക്കുന്ന ഇപ്പോഴും ഇരിക്കുന്ന ദിനകരൻ സാറിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് വലതുപക്ഷവും ഇടതുപക്ഷവും ധീവരരെ അവഗണിച്ചു. അപ്പോൾ നിങ്ങൾ NDA ആണോ പിന്തുണയ്ക്കുന്നത്? അതിപ്പോൾ പറയുന്നില്ല. ആകെ 3 മേശപ്പുറത്തിരിക്കുകയാണ്. അതിൽ ഇത് വേണോ അത് വേണോ വെച്ചാൽ ആ രണ്ടും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ മുന്നണിയല്ലേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള മെസ്സേജാണല്ലോ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും വന്നത്. തന്നെയല്ല, ആ സംഘടനയ്ക്കകത്ത് നിന്ന് കണ്ട് ചില ഉറപ്പുകൾ മോദി സർക്കാർ കൊടുത്തുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പട്ടികജാതിയിൽപ്പെടുത്താം, ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് അത്. അത്തരത്തിൽ അവരുടെ ഉയർന്ന നേതാക്കന്മാർ പങ്കെടുത്ത് പല അവരുമായി ബന്ധപ്പെട്ട ധീവര സമുദായത്തിലെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില സമുദായ സംഘടനകളുടെയും ഇൻറ്റേർണൽ മിഷണറി അവർക്ക് അനുകൂലമായി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പോയിട്ട് ഏറ്റവും പ്രബലമായ സമുദായം ഈഴവ സമുദായമാണ്. ഈഴവ സമുദായത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, BJP ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൽ പക്ഷേ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ തന്നെ ഭാരവാഹിയാണ് ബഹുമാനായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. പക്ഷെ അദ്ദേഹം NDA സഖ്യത്തിലാണ് സ്ഥാനാർത്ഥിയാണ്. എന്നിരുന്നാൽ പോലും അതിന് ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമെല്ലാം മുൻകാലങ്ങളിൽ ഒരു പ്രത്യക്ഷമായ ഒരു രാഷ്ട്രീയ നിലപാടും എടുത്തിരുന്നില്ല. ചിലയിടങ്ങളിൽ ഇടതുപക്ഷത്തെ സഹായിക്കും, ചിലയിടത്തിൽ UDF സഹായിക്കും. BDJS വന്നതിന് ശേഷം ആ BDJSനെ സഹായിക്കുന്ന ഒരു നിലപാടാണ് പൊതുവിൽ എടുത്തിട്ടുള്ളത്. ആദ്യമൊക്കെ വളരെ പ്രകടമായിരുന്നു. പിന്നീട് ഞങ്ങൾ BDJS ഞങ്ങളോട് ബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇത്തവണ വന്നപ്പോൾ ബഹുമാന്യായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ ശ്രീമതി പ്രീതി നടേശൻ NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥിതി വന്നു. അതെ, ഞാൻ അദ്ദേഹത്തെ 6 പ്രാവശ്യം പോയി കണ്ട ആളാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ ബഹുമാനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ എന്താണ്, NDA കൂടുതൽ വോട്ട് പിടിക്കും, ആരിഫ് ജയിക്കും എന്നാണ്. അതെ, അങ്ങനെ തന്നെയായിരുന്നു. ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ആണ് അദ്ദേഹം മാറ്റി പറഞ്ഞത്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കണ്ടേക്കില്ല. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആളാണ്. കാര്യം വെച്ചാൽ അദ്ദേഹം ഒരു സമുദായ പ്രസ്ഥാനത്തിൻ്റെ വലിയ നേതാവാണ്. മഹാരഥന്മാരിരുന്ന ഒരു സംഘടനയുടെ നേതാവാണ്. യുഗപ്രഭാവനായ ഗുരുദേവനും അതുപോലെ കവി മഹാകവി കുമാരനാശാനെ പോലുള്ള ആളുകളൊക്കെ ഇരുന്ന കസേരയാണ് ഡോക്ടർ പുൽപ്പനെ പോലുള്ള. അപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന ഒരു ബഹുമാന്യ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആ സംഘടനകളിൽ ലക്ഷക്കണക്കിന് പേരുണ്ട്. അവർക്കെല്ലാം രാഷ്ട്രീയ നിലപാടുകളുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയ നിലപാടുകളിൽ ഭാരവാഹികൾ കൂടുതൽ ഏത് നിലപാടെടുക്കുന്നുവോ അത് അതിൻ്റെ സംഘടനാണികളിലേക്ക് സ്വാധീനിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ അവർക്ക് കുറച്ചുകൂടി നല്ല മിഷണറി ഉണ്ട്, മൈക്രോ ഫിനാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഭജന ഗ്രൂപ്പുകൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൂർണ്ണമായും NDA സ്ഥാനാർത്ഥിക്ക്, BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക പരാധീനതകൾ നിമിത്തം ഗവൺമെൻറ്റിൽ വന്ന പാളിച്ചകൾ നിമിത്തം ഗവൺമെൻറ്റിന് എതിരായിട്ടും ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായിക്കെതിരായി വ്യക്തിപരമായും വലിയ തോതിലുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി വച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രബല സമുദായ വിഭാഗമായ ഈഴവ സമുദായത്തിൽ നിന്ന് ഇത്തരത്തിലൊരു വലിയ തരത്തിലുള്ള ഇത് വന്നു.
അപ്പോൾ ചോദിക്കുമ്പോൾ 3,40,000 വോട്ട് എവിടെ നിന്ന് വന്നു എന്ന്. വോട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും വിഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ വിഭാഗം ആൾക്കാരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേന്ദ്രീകരണം പരാജയത്തിലേക്ക് നയിച്ചൊരു പ്രധാന. ഇപ്പം കെ.സി. വേണുഗോപാൽ ജയിച്ചെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ 35,000 വോട്ട് കുറവാണ്. ഷാനിമോൾ പിടിച്ചതിനേക്കാൾ 35,000 വോട്ട് കുറവാണ്. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം സ്വാധീനിച്ചത് കെ.സിയുടെ വ്യക്തിപ്രഭാവം എന്നും പറഞ്ഞായിരുന്നു. അത് എഴുതുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പൈസയുടെ ബലം കൊണ്ടാണ് എഴുതുന്നത്. ആ പൈസയുടെ കരുത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇവരെല്ലാം എഴുതുന്നത്. മനോരമ പിന്നെ ആ തുടക്കം മുതലേ ഇവിടുത്തെ മനോരമ എല്ലാ പത്രങ്ങളും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻ്റ് പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനുള്ള പൈസ ശേഷിയുണ്ട്, മറ്റു പല സ്വാധീന ശേഷിയുണ്ട്. അതിലെല്ലാം വീഴുന്നവരാണ് കുറേ മാധ്യമ പ്രവർത്തകർ. അപ്പം അതിൻ്റെ പുറത്ത് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞിട്ടും അതേക്കുറിച്ചാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഷാനിമോൾ പിടിച്ചതിനേക്കാൾ 35,000 വോട്ട് കുറവാണെന്ന് എഴുതിയില്ല. അതെ അതെ, ഇത്രയും വലിയ സ്വാധീനം ഉണ്ടായിട്ടും. ബാക്കി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള ആളുകൾ IB ഈഡൻ 2 ലക്ഷത്തിന് അയച്ചത്. അതെ, ഓരോരുത്തർ ഏറ്റവും ഇവർ മാറ്റണമെന്ന് കനകൂലു പറഞ്ഞ ആളാണ് ആൻ്റോ ആൻ്റണി. അദ്ദേഹം 75,000 വോട്ടിന് ജയിച്ചു. ഏറ്റവും കൂടുതൽ പിന്നെ അങ്ങനെ നോക്കിയാൽ അദ്ദേഹത്തിനേക്കാൾ സംഘടനാപരമായി രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ ഗാന്ധി കഴിഞ്ഞാലെന്നല്ല, രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ നേതാവാണ് അദ്ദേഹം. രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന നേതാവാണ് അദ്ദേഹം. അപ്പോൾ അത്രയും സ്വാധീനമുള്ള നേതാവുമായിട്ടാണ് നമ്മളിവിടെ മത്സരിച്ചത്. അദ്ദേഹം വന്നതോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം മൊത്തം മാറി. അല്ല, അതോടുകൂടി നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടി എന്ന് പറയാം. അല്ല, അങ്ങനെ ഒരു കൂടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം 13 വർഷക്കാലം എന്നെപ്പോലെ MLA ആയിരുന്ന ആളാണ്. ഒരുപാട് വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. 10 വർഷക്കാലം MP ആയിട്ടിരുന്ന ആളാണ്. അതിൽ 5 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിട്ട് ഇരുന്നതാണ്. ഒരുപാട് സഹായങ്ങളുണ്ട് വ്യക്തിപരമായി. നമ്മൾ തന്നെ എത്രയോ ആളുകൾക്ക് എന്തെല്ലാം സഹായം ചെയ്തിരിക്കുന്നു. ആ സഹായം 10 കൊല്ലം ഇരിക്കുമ്പോൾ എന്തായിരിക്കും ഒന്നാലോചിക്കുക. 13, 20 അത്രയും കൊല്ലക്കാലം ഇരുന്നല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം സ്വാഭാവികമായി ഉണ്ടാകും. പണത്തിന് യാതൊരു കുറവുമില്ല. വലിയ വൻതോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ. പക്ഷെ പണം വളരെ മോശമായിരുന്നു. ഞങ്ങൾ സ്കോഡ് പോകുന്ന സമയത്ത് വീട്ടുകാരെ ഇരുന്ന പൈസ കൊണ്ടാണ് ഞങ്ങളുടെ മറ്റു സ്ഥലങ്ങളിൽ ശരിയായിരിക്കും ചിലപ്പോൾ. ഇവിടെ അങ്ങനെ ആരും പറഞ്ഞില്ല. ഇവിടെ ഒരിടത്ത് ഒരു പ്രവർത്തകൻ പോലും പറഞ്ഞില്ല. ബൂത്തുകളിൽ എത്ര 10,000-40,000 രൂപ വെച്ച് ബൂത്ത് കൊടുത്തു. ഓരോരുത്തർക്ക് കൊടുത്ത് കിട്ടിയ വിവരങ്ങളൊക്കെ അവരൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മളോടൊക്കെ. അതുപോലെ തന്നെ പൈസ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൈസ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എൻ്റെ ഒരു സുഹൃത്തായ കോൺഗ്രസ് നേതാവ് പറഞ്ഞ പൈസ മേടിക്കാൻ സമയമില്ലാത്ത ഏക മണ്ഡലം ഇത് മാത്രമേ ഉണ്ടായിരുന്നു, ആലപ്പുഴ മണ്ഡലം കൊണ്ടുവന്നവരെന്ന്. അത്രത്തോളം സാമ്പത്തികമായി വളരെ. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പിരിവിന് വന്നപ്പോൾ ഒരു ആരാധനാലയത്തിൻ്റെ നിർമ്മാണത്തിന് വന്നപ്പോൾ ഞാൻ 10,000 രൂപയാണ് അവർ കൂടുതൽ നിർബന്ധിച്ചപ്പോൾ എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റിയത്. അദ്ദേഹം പറയുന്നത് മുഴുവൻ പൈസ ഞാൻ തന്നേക്കാന്നല്ലേ പറയും. അത്രത്തോളം പൈസ ഉണ്ട്. പൈസ ഭയങ്കരമായി അദ്ദേഹം വിനിയോഗിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ അതിനെയൊക്കെ നേരിടാനുള്ള ശേഷി നമുക്കുണ്ടായിരുന്നില്ല. ഇതിന് പുറമെയാണ് ഈ സംഘടനാ സംവിധാനങ്ങളിൽ ഇതെല്ലാം കൂടി വന്നപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച വോട്ട്, കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് LDF പെട്ടിയിൽ വീണില്ല. ഈ ശോഭാ സുരേന്ദ്രൻ്റെ വീഴാതിരുന്നുകൊണ്ട് സ്വാഭാവികമായി നമ്മുടെ മനസ്സിലെന്താ, LDFൻ്റെ വോട്ടിൽ ചോർച്ച വരുത്തില്ലെന്നാണ് എല്ലാവരുടെയും ധാരണ. എങ്ങനെയാണല്ലോ LDF വോട്ട് ചോരത്തില്ല, അത് പാർട്ടി വോട്ട് പ്ലസ് മുസ്ലിം വോട്ട് ഇത്രയും കിട്ടിയാൽ ജയിക്കുമല്ലോ. അതെ. അപ്പോൾ ആ വോട്ടിൽ വന്ന വലിയ ചോർച്ച മുസ്ലിങ്ങളിൽ ഈ പറഞ്ഞ ഏകീകരിച്ച ഒരു ഏകീകരണം കോൺഗ്രസിന് ലഭ്യമായി ഉണ്ടായിരുന്നു. എങ്കിലും ബാക്കി കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്. ആ കുറച്ച് ചെയ്തത് ഇതും ഈ പാർട്ടി വോട്ടിൽ നല്ലൊരു ശതമാനം വന്നു, എന്നാൽ വലിയ ശതമാനം കുറഞ്ഞ വോട്ട് കൂടി NDAയിലോട്ട് പോയോടുകൂടിയുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. 20,000-25,000 വോട്ട് ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. LDF പെട്ടി വീണാൽ 25,000 വോട്ടിന് ജയിക്കും. കറക്റ്റായിരുന്നു ആ കണക്ക്. അതിൽ പാളിച്ച പറ്റി. പലപ്പോഴും ഈ NDA ഉപയോഗിക്കുന്ന ഒരു വജ്രായുധമാണ് ശോഭാ സുരേന്ദ്രൻ. അതിപ്പം നമ്മൾ ആറ്റിങ്ങലാണെങ്കിലും പാലക്കാടൊക്കെ അവർ നിന്നതിൻ്റെ ഫലമായിട്ടാണ് പാലക്കാട് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ മികച്ച രീതിയിലൊരു പ്രകടനം അവിടെ നടത്തിക്കൊണ്ട് പോയത്. ആലപ്പുഴയിലും വന്നു. ഈ ആലപ്പുഴയിൽ വന്നപ്പോൾ ഈ ഒരു NDA സ്ഥാനാർത്ഥി എന്തായിരുന്നാലും ഈ പച്ചയ്ക്ക് വർഗീയത പറയും എന്നുള്ള കാര്യം നമുക്കറിയാം. വർഗീയത പറയും. അത് ഒന്നാമത് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ പരസ്യമായി പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ അതിന് പറ്റിയ ഒരു പ്രിക്കോഷൻ, ഒരു ജാഗ്രത നമ്മൾ എടുത്തില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, അതുകൊണ്ടാണ് വനിതാ പാർലമെൻറ്റൊക്കെ വിളിച്ചു കൂട്ടി ഇവരിങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുണ്ടെന്നും. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിട്ട് 2 ഗ്രൂപ്പും ഉപയോഗിച്ചത് എന്താണ്,
ശബരിമല 2019 5 കൊല്ലം മുമ്പ് ഒരു തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് നൽകിയ സ്വീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു ജനൻജീവിയുടെ ഒരു ലേഖകൻ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം പകുതി മുറിച്ചെടുത്തിട്ട് വ്യാപകമായി എനിക്കെതിരായി പ്രചരിപ്പിച്ചു. അല്ലെങ്കിൽ UDF ഒക്കെ ഇവരെ പ്രചരിപ്പിച്ചു. പച്ചയ്ക്ക് വർഗീയത, അതായത് ഞാൻ മുസ്ലിം വർഗീയവാദിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഉപയോഗിച്ചു. വാസ്തവത്തിൽ ഞാനെന്താ പറഞ്ഞത്, ഗവൺമെൻറ്റിന് ഒരാളെപ്പോലും അവിടെ കയറ്റാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പാർട്ടിക്ക് ഒരാളെപ്പോലും കയറ്റാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ യുവാക്കൾ അവിടെ എത്തുമായിരുന്നു. അതിനുവേണ്ടി ശ്രമിച്ചോ? പാർട്ടിയുടെ ആരെങ്കിലും വന്നോ? വരാൻ പറഞ്ഞോ? കോടിയേരി ബാലകൃഷ്ണൻ ഒരു ആഹ്വാനം ചെയ്താൽ 100 കണക്കിന് വരത്തില്ലേ? അതെ അതെ. ഒരൊറ്റ ആളോടെങ്കിലും വരാൻ പറഞ്ഞു, വെല്ലുവിളിക്കാൻ പറഞ്ഞു, ഈ ശബരിമല നമ്മൾ ഇതിനെ കയറ്റിയിട്ടേ അടങ്ങാവൂ എന്ന് പറഞ്ഞു. അവിടെ കോടതി ഉത്തരവുമായി ഏതെങ്കിലും യുവതികൾ വന്നാൽ അതിനെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ സംരക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ സുപ്രീം കോടതി പറയും, സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ കെൽപ്പില്ലാത്ത ഒരു സർക്കാരിനെ എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു കമൻറ്റ് പറഞ്ഞാൽ മതി, മോഡി ഇതിനെ പിരിച്ചുവിടും. അതിന് അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ സംരക്ഷണം നൽകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചതല്ലാതെ ഒരാളെയെങ്കിലും വിളിച്ചുകൊണ്ട് വന്ന് അവിടെ കയറ്റാൻ ശ്രമിച്ചോ? നിങ്ങൾ കയറി എന്നും പറഞ്ഞ് വിളിച്ചോ? ഇല്ല. ഇതാണ് പറഞ്ഞത്. പക്ഷേ നടുക്കൊച്ച് മുറിച്ചിട്ട് എനിക്കെതിരായി വ്യാപകമായി വർഗീയ പ്രചരണം നടത്തി. ഈ വർഗീയ പ്രചരണം ശക്തമായ തോതിൽ പ്രചരിപ്പിച്ചു. ഈഴവരെ അവഗണിക്കുന്നു, ഈഴവർക്ക് യാതൊരു രക്ഷയില്ല എന്ന രീതിയിലാണ് ഇവർ പ്രചരിപ്പിച്ചത്. ആ പ്രചരണത്തെയൊക്കെ അതേ രൂപത്തിൽ മനസ്സിലാക്കി നേരിടുന്ന കാര്യത്തിൽ കഴിഞ്ഞിട്ടില്ലെന്നല്ലേ സ്റ്റേറ്റ് കമ്മിറ്റി വിലയിരുത്തി പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ പ്രചരണ പ്രവർത്തനങ്ങളെ അതേ രൂപത്തിൽ കണ്ടുകൊണ്ട് നേരത്തെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ താഴെത്തട്ടിൽ നമുക്ക് പാളിച്ചകൾ ഉണ്ടായി എന്ന് സ്റ്റേറ്റ് കമ്മിറ്റി തുറന്ന് പബ്ലിക്കിനോട് സംഭവിച്ചിട്ടുണ്ട്. അതെ, അതിവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഗോവിന്ദൻ മാഷ് വെള്ളാപ്പള്ളിക്കെതിരെ നടത്തിയൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അതിനെ നിഷ്കരണം എതിർത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരു സംഭവമില്ല എന്നുള്ള കാര്യം. അത് വെള്ളാപ്പള്ളി വിശുദ്ധവൽക്കരിച്ചുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി. ചിത്തരഞ്ജൻ MLA യും അതോടൊപ്പം തന്നെ സലാം MLA അടക്കമുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. താങ്കളുടെ ഒരു ടേക്കോ എന്താണ്? അല്ല, അങ്ങനെ ഞാൻ ഉണ്ടായിരുന്ന കമ്മിറ്റിയിലൊന്നും അവരങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഞാൻ ജില്ലാ കമ്മിറ്റിയിലേ ഉള്ളൂ. ഞാൻ 27 വർഷമായി ഈ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഈ ജില്ലാ കമ്മിറ്റിയിൽ ഞാനിരിക്കുന്ന കമ്മിറ്റിയിൽ അവരങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞൊന്നും പറഞ്ഞൊരു വാർത്ത വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് അക്കാര്യത്തിൽ ബഹുമാനായ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ നമ്മളെല്ലാം ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളല്ല. അദ്ദേഹം വലിയൊരു സമുദായ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ബഹുമാനിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പൂർണ്ണമായും BJPക്ക് അനുകൂലമായ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ സ്വീകരണം അദ്ദേഹം പറഞ്ഞ ന്യായങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം എന്നെ തുറന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പിന്നാലെ ED ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രത്യക്ഷത വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല എന്നുള്ള നിലയിൽ അത് പേടിച്ചിട്ടായിരിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരൊരു വ്യക്തി എന്ന നിലയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ അവർക്കതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഭാര്യയെ നിയന്ത്രിക്കാൻ പോകുന്ന ആളല്ല. അവർക്ക് അവരുടേതായ സ്വനിലപാട്. അദ്ദേഹം ശരിയാണ്. അപ്പോൾ ഒരു സംഘടനയുടെ ഭാരവാഹി കൂടിയാണ്. SNDP യൂണിയൻ്റെയും SM ട്രസ്റ്റിൻ്റെയും മറ്റനുബന്ധ പ്രസ്ഥാനങ്ങളെല്ലാം ഭാരവാഹി കൂടിയാണ് അവർ. അപ്പോൾ സ്വാഭാവികമായും ആ ഇറക്കം ഇടതുപക്ഷത്തിന് പ്രതികൂലമായി വന്നിട്ടുണ്ട്. തന്നെയല്ല, അവർ RSSൻ്റെ ശിബിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് നടത്തിയ പ്രസംഗം RSSനെ മഹത്വവൽക്കരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം സ്വാഭാവികമായും നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വല്ലാതെ അതിൻ്റെ ഘടനയെ ബാധിക്കും. ഇത് കണക്കൂട്ടിയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷ് അതിൻ്റെ വിമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി എത്തിച്ചേർന്ന നിഗമനമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ നിഗമനത്തോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം എനിക്കതിനെ വെല്ലുവിളിക്കാനൊന്നും ഉള്ള അധികാരമില്ല. തന്നെ അദ്ദേഹം ശരിയായ നിലപാടാണ് അത് പറഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഭാവിയിൽ ഇത്തരം നിലപാടുകളെ പാർട്ടിയുടെ സംഘടനാ ശരീരത്തെ വല്ലാതെ ബാധിക്കും എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കണം. പ്രത്യേകിച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ മതന്യൂനപക്ഷങ്ങൾ വല്ലാതെ വാരിക്കൂട്ടുന്നു. അതുപോലെ ഈ അടുത്ത കാലത്ത് രാജ്യസഭയിലേക്കുള്ള ഒരു മൊത്തം CPM ആയി വിഭജിക്കപ്പെട്ടതിന് ശേഷം CPI എന്ന സംഘടന രാജ്യസഭയിലേക്ക് കൊടുത്ത പേരുകൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു ഇസ്മയിലും ഒരു സുനീറും മാത്രമേ മുസ്ലിമായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി ഒന്നും വന്നിട്ടില്ല. കേരളത്തിലെ ഇടതുപക്ഷം എടുത്തു കഴിഞ്ഞാൽ CPM എടുത്തു കഴിഞ്ഞാൽ തന്നെ കൂടി വന്നാൽ 4-5 പേര്
വന്ന് കാണുമ്പോൾ 5, 4, 5, 3, 4, 5 പേര് വെച്ചാണ് ഇവിടുന്ന് സാധാരണ പേര് കൊടുക്കുന്നത്. കൂടി വന്നാൽ 5 6 പേര് മാക്സിമം വന്നിട്ടുണ്ടാവുകയുള്ളൂ. ഉണ്ടാകത്തുള്ളൂ. ബാക്കിയെല്ലാം ഇതര സമുദായങ്ങളിൽപ്പെട്ടവരെയാണ് CPM കൊടുത്തിട്ടുള്ളവർ. നാളിതുവരെ ഉള്ളത് ആ ഉണ്ടായ കുറവൊന്നും അദ്ദേഹം പറയുന്നില്ല. രാജ്യസഭ ലോക്സഭ എടുത്താലോ എടുത്തു നോക്കിയേ, പാർട്ടി സെക്രട്ടറിമാർ എടുത്തു നോക്കിയേ. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അതെ പാർട്ടി ഈ ഇഴവനാണ്, കൊല്ലം ജില്ലാ സെക്രട്ടറി, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, കോട്ടയം ജില്ലാ സെക്രട്ടറി. ഇങ്ങനെ നോക്കിയാൽ എടുത്ത് നോക്കിയേ, എല്ലാ പാർട്ടിയുടെ മെയിൻ അവരാണല്ലോ ഞങ്ങളൊക്കെ നയിക്കുന്നത്. മുഖ്യമന്ത്രി വരെ അതല്ലേ. അപ്പോൾ ഇതൊന്നും പറയാതെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ വർഗീയവൽക്കരിക്കുന്നതിന് സഹായകമാകുന്ന കമാൻഡുകൾ എന്താണോ RSSും BJPയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ അദ്ദേഹവും പറഞ്ഞു. ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി RSSും BJPയും പ്രചരിപ്പിക്കുന്ന ആ ഒരു ഞങ്ങൾക്ക് കിട്ടണം എന്ന് അദ്ദേഹം വാദിക്കുന്ന സമുദായത്തിന് നേതാവെന്നല്ല അദ്ദേഹം വാദിക്കുന്നത് തെറ്റില്ല. ഏതാ ഞങ്ങൾ കൂടി പരിഗണന കിട്ടണം, ഞങ്ങൾക്ക് അർഹമായ ഇത് കിട്ടണം എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം വാരിക്കോരി കൊടുക്കുന്നു അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാര വേലയാണ് BJP കേരളത്തിലും ഇന്ത്യയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്, ധ്രുവീകരണത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ കമൻറ്റ് തന്നെ അദ്ദേഹം പറഞ്ഞു. ആ കമൻറ്റിന് മറുപടി കുറേ സംഘടനകൾ, മുസ്ലിം സംഘടനകളും നടത്തുകയാണ് മറുപടി. അവർ രണ്ടുപേരും കൂടി അങ്ങനെ പരസ്പരം ഏറ്റുമുട്ടാൻ വിടാൻ പാടില്ല. ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ഒന്നിക്കണം. ഇക്കാര്യത്തിൽ ഒന്നിച്ചിട്ടുണ്ട്. അസംബ്ലി ഞാൻ കണ്ടതാണ്. അത് ഒന്നിച്ചപ്പോഴാണ് ശശികല ടീച്ചറെ പോലെയുള്ള തീ തുപ്പുന്ന വർഗീയത പറയുന്ന അവർ ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾ അർപ്പിക്കുന്ന നേർച്ചയും അതുപോലെ തന്നെ സംഭാവനകളുമെല്ലാം ക്ഷേത്ര സ്വത്തുക്കളെല്ലാം എടുത്തു കൊണ്ടുപോയി മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ വലിയ തോതിൽ പ്രചരിപ്പിച്ചായിരുന്നു. ആ പ്രചരിപ്പിച്ച ഘട്ടത്തിൽ കേരള അസംബ്ലിയിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഇപ്പോഴത്തെ UDFൻ്റെ പ്രതിപക്ഷ നേതാവ്, അന്ന് പ്രതിപക്ഷ നേതാവല്ല, അദ്ദേഹവും കണക്കുകൾ നിരത്തി, മുഖ്യമന്ത്രിയും കണക്കുകൾ നിരത്തി, മറ്റ് മന്ത്രിമാരും എല്ലാം കണക്കുകൾ നിരത്തി വ്യക്തമായ കണക്കുകൾ വെച്ചുകൊണ്ട് സ്ഥാപിച്ച് പറഞ്ഞു, ഒരു ക്ഷേത്രത്തിൽ നിന്ന് 1 രൂപ കേരളത്തിലെ ഖജനാവിലേക്കോ കേരളത്തിലെ ഭരണ സംവിധാനത്തിലേക്കോ ഇങ്ങോട്ട് എടുക്കുന്നില്ല എന്ന് മാത്രവുമല്ല, മുസ്ലിങ്ങളും ക്രൈസ്തവരും അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനും ഇൻഫ്രാസ്ട്രക്ചറിനും വേണ്ടി അങ്ങോട്ട് കോടിക്കണക്കിന് രൂപ കൊടുത്തതിൻ്റെ കണക്കാണ് അതെ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അതോടുകൂടി പരസ്യമായി ഈ കണക്ക് പറയുന്നതിൽ നിന്ന് ശശികല ടീച്ചറെ പോലെയുള്ള വർഗീയ വിഷം തുപ്പുന്നവർ തൽക്കാലം കുറച്ച് പിന്മാറി. ആ ഇൻറ്റേർണൽ മീറ്റിങ്ങിലൊക്കെ പറയും. ഇൻറ്റേർണൽ മീറ്റിങ്ങിൽ ആളുകളെ ത്രസിപ്പിക്കാൻ വേണ്ടി അവർ ആരാണ് ഈ അറബിക്കടൽ എന്ന് പേരിട്ടെന്ന് വരെ ചോദിക്കുന്നവർ. അത് ചോദിക്കാമല്ലോ, അറബി ഇത് കേൾക്കുമ്പോൾ തന്നെ വിദ്വേഷം ഉണ്ടാക്കി വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവർ പ്രചരിപ്പിക്കും. പക്ഷേ പുറത്തു പറയുന്നത് കുറച്ച് നിർത്തി എന്നതുപോലെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. ഇടതു പിന്നെ ന്യൂനപക്ഷങ്ങൾ എന്തെങ്കിലും അമിതമായി ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ എത്ര പിന്നെ ഭരണ നേതൃത്വത്തിൽ എത്ര പേര് വന്നു, വന്നോ, എത്ര പേര് വന്നു, എത്ര ചീഫ് സെക്രട്ടറിമാർ വന്നു, അതിൻ്റെ കൃത്യമായ കണക്കുകളുണ്ടല്ലോ, എല്ലാ ഡേറ്റാസ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് പറയണം. ഇപ്പം തന്നെ എന്താ നടക്കുന്നത്, മുസ്ലിങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവിടെ സ്കൂളില്ലെന്നും പറഞ്ഞാണ് കോളേജ്. ഏതാ അപ്പോൾ ഈ സ്കൂളില്ല എന്ന് പറഞ്ഞ് അവർ ബഹളം കൂട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സ്കൂൾ കൊടുക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരെ പറ്റത്തുമില്ല. സ്കൂൾ കൊടുത്താൽ അതേ പിന്നെ കൊടുത്താലേ പറയും. അവിടെ ഒരു അതെല്ലാം നിൽക്കുക. അപ്പോൾ എന്താ ഈ ആരോപണം വന്നപ്പോൾ ആ ആരോപണത്തെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം മുസ്ലിം സംഘടനകൾക്കാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അവർ കുറേ പേര് എഴുന്നേറ്റുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ, ആ പറയുന്നതിൻ്റെ ഗുണം എന്താ ഉണ്ടാക്കാൻ പോണത്? വെള്ളപ്പള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടി വേറെ കൂട്ടർ ഇറങ്ങി കഴിഞ്ഞു. ധാരാളം ശാഖകൾ, ബ്രാഞ്ചുകൾ എല്ലാം ഞങ്ങൾ വെള്ളാപ്പള്ളി സംരക്ഷിക്കും എന്നും പറഞ്ഞ ഒരു കൂട്ടർ. മറ്റവർ ഇത് കേരളീയ സമൂഹത്തെ വല്ലാതെ ദുഷിപ്പിക്കും. ഇപ്പോൾ പറഞ്ഞു വന്നതനുസരിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മുസ്ലിങ്ങളെല്ലാം ഇനി മലബാറിലും മലപ്പുറത്തും പോയി മത്സരിക്കുക. അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവിടെ ഇടതുപക്ഷവും മുസ്ലിങ്ങളെ മത്സരിപ്പിക്കുക. അവിടെ ഏതെങ്കിലും മുസ്ലിങ്ങൾ ജയിച്ചു വരണമെങ്കിൽ മാത്രം വരിക. പിന്നെ ക്രൈസ്തവരുടേത് ഇപ്പോൾ എറണാകുളം, അതുപോലെ തന്നെ ഇടുക്കി, കോട്ടയം തുടങ്ങിയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് ക്രൈസ്തവ ഭൂരിപക്ഷം വരുന്നത്. അപൂർവം ചില മറ്റ് സ്ഥലങ്ങളും വരും. അവിടെ ക്രൈസ്തവരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷവും വലതുപക്ഷവും മത്സരിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായും അവിടെയും BJPക്ക് ജയിച്ചു വരാമല്ലോ. അതെ, ഇവർ തമ്മിൽ ഏറ്റുമുട്ടി ഉള്ള വോട്ട് ഭിന്നിച്ച് പോയി കഴിഞ്ഞാൽ ഇല്ലോ അങ്ങനെ വരിക. അപ്പം ഭൂരിപക്ഷമുള്ള സമുദായം, അദ്ദേഹത്തിൻ്റെ വാദഗതി പറഞ്ഞു, ഭൂരിപക്ഷം ഏത് സമുദായമാണോ
അവിടങ്ങളിലൊന്നും തന്നെ ഇടവ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല. അങ്ങനെ വന്നാൽ ഇതാണിപ്പോൾ പരിഹാര മാർഗം. അതായത് പണ്ട് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ അതെ എന്ന് വിഭജിച്ചതുപോലെ കേരളം വീണ്ടും ആ ഒരു സാമുദായികമായി വിഭജിക്കണം. അന്ന് ഭൂമിശാസ്ത്രപരമായ വിഭജനമാണ്. സമുദായപരമായി വിഭജിച്ച് കേരളം വീതിച്ച് ഓരോരുത്തർക്ക് മത്സരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ജനാധിപത്യ ഫോർമുലയാണ് അദ്ദേഹം ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ആർക്കും മത്സരിക്കാനുള്ള അവസരമില്ല. ഇത്തരത്തിൽ പച്ചയ്ക്ക് ഈ ഒരു രീതിയിൽ ഈ കമ്മ്യൂണലായിട്ടുള്ള ഒരു റൈറ്റിന് സമാനമായ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ഇനിയും ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആളിനെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും? അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു ചിന്ത? അതൊക്കെ പാർട്ടിയാണ് ചിന്തിക്കേണ്ടത്. കാര്യം വെച്ചാൽ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തെ എന്താ പറയുക നൽകേണ്ട ബഹുമാനം എല്ലാം കൊടുക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ ഇത്തരം വാദഗതികൾ അദ്ദേഹം എന്നല്ല ആരും സുകുമാരനാരായണൻ പറഞ്ഞെങ്കിൽ വെച്ചേക്കുമോ? എല്ലാവരും കൂടെ ഇടപെടത്തില്ല. അദ്ദേഹം നല്ല, എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നല്ല പെരുമാറ്റം, ഇദ്ദേഹം നല്ല പെരുമാറ്റത്തിലൊന്നും കുഴപ്പമില്ല. എന്നെ വലിയ സ്നേഹത്തിലൂടെയാണ് എഴുതിയത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഏത് സമുദായ നേതാവ് പറഞ്ഞാലും അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷവും അതുപോലെ UDF നേതൃത്വവും ഒരുപോലെ നിന്ന് എതിർക്കുന്നില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന തകർച്ച ഇടതുപക്ഷത്തിന് മാത്രമേ തകർച്ച വരുത്തുള്ളൂ എന്നും പറഞ്ഞിരിക്കരുത്. UDFനും പോകും എന്നുള്ള കാര്യം യാതൊരു തർക്കമില്ലല്ലോ. അവർ പാലിക്കുന്ന മൗനത്തെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. ഇടതുപക്ഷം മിണ്ടാതിരുന്നാൽ ഉടനെ ആണ് എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ട് രണ്ടു കൂട്ടരും ചേർന്ന് ഇത്തരം വാദഗതികളിൽ നിന്നെല്ലാം മാറ്റി പഴയ ഒരു കേരളം, അതായത് നമ്മുടെ നവോത്ഥാന നായകന്മാർ ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെ, മഹാത്മാ അയ്യങ്കാളി ഉൾപ്പെടെ, പണ്ഡിറ്റ് കറുപ്പൻ ഉൾപ്പെടെ ഉള്ള നവോത്ഥാന നായകന്മാർ നമ്മളിൽ ഏൽപ്പിച്ചു തന്ന മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ദീപശിഖ അണയാതെ കാത്തുസൂക്ഷിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ഇത്തരം വാദഗതികളെ ചെറുക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടണം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇനിയിപ്പോൾ ഒരു മൂന്നാം മുന്നണിയുടെ ശക്തമായൊരു കടന്നുവരവ് നമ്മൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞു പോയത്. അതായത് BJP നയിക്കുന്ന NDA സഖ്യം നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഏകദേശം 20 സീറ്റുകൾ എന്നുള്ള നിലയിൽ നമുക്ക് കണക്കാക്കാം. 11 സീറ്റുകളിൽ അവർ ഭൂരിപക്ഷം ഉറപ്പിച്ച നിലയിൽ തന്നെയാണ്. 9 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ഈ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇനി സമീപ ഭാവിയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പോലും വരാൻ പോകുന്ന അടുത്ത ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ നമുക്കത് ഒരു ഭീകരമായ തലത്തിൽ അതിനെ നമ്മളെ ബാധിക്കില്ലേ? അതായത് ഏതെങ്കിലും ഒരു മുന്നണി LDF UDF അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലേക്കല്ലേ അത് വിരൽ ചൂണ്ടുന്നത്? അല്ലത് നമ്മൾ ശക്തമായി പ്രതിരോധിക്കുന്നില്ല എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊന്നും ചിലപ്പോൾ ആ നിലയിൽ വരത്തില്ലെങ്കിലും വിദൂര ഭാവിയിൽ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരിയുള്ള പ്രതിരോധം കേരളത്തെ വർഗീയ ശക്തികൾക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതൽ ഇടതുപക്ഷവും വലതുപക്ഷങ്ങളും തീരുമാനിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ശക്തി എത്ര കണ്ട് ചോരുന്നുവോ അത് കൂടുതൽ ഗുണകരമായി മാറുന്നത് BJP നടക്കുന്ന വർഗീയ ശക്തികൾക്ക് അനുകൂലമാണ്. കാരണം മുസ്ലിം മതന്യൂനപക്ഷങ്ങളിൽ ഒരു പോളറൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് UDFന് അനുകൂലമായിട്ട് വരും. മറ്റേതുണ്ടാകുന്നത് ഇടതുപക്ഷത്തിനാണ് ചോർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് വർഗീയ ശക്തികളെ ചെറുത്തു പരാജയപ്പെടുത്താൻ വേണ്ടി വർഗീയതയ്ക്കെതിരായി ഇടതുപക്ഷം മുമ്പ് നടത്തിയ ക്യാമ്പയിനുകളുണ്ട്. മനുഷ്യച്ചങ്ങല പോലുള്ള വലിയ ക്യാമ്പയിനുകളുണ്ട്. മനുഷ്യച്ചങ്ങലയൊക്കെ ഒരു ആവർത്തിച്ച് നടത്തിയിട്ടുള്ള സമരരൂപമാണ്. വേറെ നൂതനമായ സമരരൂപങ്ങൾ എന്താണെന്നും ഈ പോയ ജനവിഭാഗത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഇടപെടൽ നടത്താനും ഏതൊക്കെ റൂട്ടിലൂടെയാണോ നമ്മുടെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഇവർ പിടിച്ചത് എന്ന് മനസ്സിലാക്കി അതിനെ ചികിത്സിക്കാനും പരിഹരിക്കാനും ഒക്കെ ഉള്ള നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് കേരളം മതേതര കേരളം, മതസൗഹാർദ്ദ കേരളം എന്നൊന്നും വിളിക്കാൻ പറ്റുന്ന ഒരു കേരളമായി കേരളം അവശേഷിക്കത്തില്ല. ബംഗാളിൽ സംഭവിച്ച പോലെയുള്ള വലിയ തകർച്ച ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വരും. അതുകൊണ്ട് ഇടതുപക്ഷമുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഇടതുപക്ഷമുണ്ടെങ്കിലേ കേരളമുള്ളൂ എന്നുള്ളൊരു വസ്തുതയാണ്. ഇന്ത്യ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ ഇച്ചിരി അതിരുകവിഞ്ഞ് വേണമെങ്കിൽ പറയാം, ഇച്ചിരി എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള മുദ്രാവാക്യമാണെന്ന്. കാര്യം ഇടതുപക്ഷത്തിന് വലിയ റോളില്ലാത്ത ഒരു സാഹചര്യം. പക്ഷെ കേരളം അതല്ല. കേരളം ഇടതുപക്ഷമില്ലാത്ത കേരളം തികഞ്ഞ അപകടത്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കിയുള്ള വലിയ ക്യാമ്പയിൻ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്.